ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്ന പർപ്പിൾ ടീമിലെ ജേർണൽ കിറ്റായിരുന്നു അൺബോക്സ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ ഗ്രീൻ ടീമിലെ ജേർണലിംഗ് കിറ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ജേർണലിംഗ് കിറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പർപ്പിളിൻ്റെ മിക്കവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടില്ലേ? ഓക്കെ, അടുത്ത് ഈ ഗ്രീന് ഇപ്പോൾ പർപ്പിൾ കാണാതെയാണ് ഗ്രീൻ കാണണമെങ്കിൽ പർപ്പിളും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ പർപ്പിൾ ഇല്ലാത്ത പോലെ ഇതാ ഇങ്ങനെ ഒരു പേപ്പർ ഫസ്റ്റ് തന്നെ വെച്ചിരുന്നു. പിന്നെ നമ്മൾ ആ ക്ലോസ് ആക്കി വെച്ചിരുന്ന ആ ഒരു ഇതെടുത്ത് മാറ്റുകയാണേ. അപ്പോൾ പർപ്പിൾ ഇരുന്ന പോലെയാണ് ആ മെമോ പേഡൊക്കെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഇതിൽ ക്ലോസ് ചെയ്ത് വയ്ക്കണം, അതിൽ ഒട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതാ അതേ സെയിം അല്ല, ബുക്ക് അതേപോലെയാണ് കേട്ടോ അകത്തൊക്കെ. പിന്നെ എനിക്ക് ഈ ഫ്രണ്ടിലത്തെ പിക്ചർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അകത്തുള്ളത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് പർപ്പിളിൽ എനിക്ക് ഫ്രണ്ടിലുള്ള ഇഷ്ടപ്പെട്ടില്ല, അകത്തുള്ളതാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ദാ ഇവിടെ എൻ്റെ പേര് ചെയ്താ കേട്ടോ. പർപ്പിളിൽ അതുപോലത്തെ ഒന്നും ഇല്ല. ഫസ്റ്റ് തന്നെ ഇതിലുള്ളത് മെമോ പേഡാണ്. അപ്പോൾ കുറേ മെമോ പേഡുണ്ട്. ആൻഡ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടമായത്, രണ്ടും ഇഷ്ടമായെങ്കിലും ഇതിൻ്റെ ബുക്കാണ് ഒന്നുകൂടെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ ടു ഡു ലിസ്റ്റോ അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട്. പിന്നെ എന്തോ റെക്കോർഡ് അങ്ങനെ എന്തോ എഴുതിയിട്ടുള്ളൊരു ഇതുമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാർഡ്ബോർഡ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കാർഡ്ബോർഡ് പോലത്തെ ഒരു സ്റ്റിക്കറല്ല, നമ്മൾ പശ ചൊട്ടിക്കണം, കാർഡ്ബോർഡ് പോലത്തെയാണ്. അപ്പോൾ അതും ഇങ്ങനെ വിൻറ്റേജ് അല്ല, ഗാർഡൻ ടീമിലൊക്കെ വിൻറ്റേജ് എന്ന് പറയണ മറ്റേ ബ്രൗൺ കളറൊക്കെ അല്ലേ, ഗാർഡൻ ടീമിലൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൻഡ് പർപ്പിളിലുള്ള പോലത്തെ മിക്ക സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊന്നും സ്റ്റിക്കറല്ല. ഈ പിക്ചേഴ്സും കൊള്ളാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പ്ലെയിൻ അല്ല, ഇങ്ങനെ നമുക്ക് എഴുതേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ ഒരു വാഷി ടൈപ്പേ ഉള്ളൂ, മറ്റേ 2 വാഷി ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ലെറ്ററൊക്കെ എഴുതേണ്ടതുണ്ട് കേട്ടോ, 2 എണ്ണം ലെറ്ററൊക്കെ എഴുതി ജേർണലൊക്കെ വയ്ക്കുന്നുണ്ട്. അല്ലാതെ ഇതുപോലത്തെ പേപ്പറുണ്ട് കേട്ടോ. ഇത് അത്രയ്ക്ക് കട്ടിയില്ല, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേപ്പറാണ് കേട്ടോ, അത്രയ്ക്ക് കട്ടിയില്ല. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ചെടിയുടെയും ബട്ടർഫ്ലൈയുടെയൊക്കെ ഉണ്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് മുഴുവൻ ഇഷ്ടപ്പെട്ടു. പർപ്പിളിൻ്റെ സെറ്റിലായിരുന്നെങ്കിൽ ഈ സ്റ്റാമ്പ്സൊക്കെ പ്രത്യേകിച്ചായിരുന്നു വന്നത്. ബട്ട് ഇതിലാണെങ്കിൽ ഇതേപോലെ സ്റ്റിക്കറായിട്ടാണ് സ്റ്റാമ്പ്സ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ് കേട്ടോ. ഇതിൽ മുഴുവൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ്. കണ്ടോ, നല്ല ഇങ്ങനെ അത്രയ്ക്ക് കട്ടിയില്ല. അങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്, അങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഈ 2 സെറ്റും നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.